എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ. കുടുംബ ബന്ധങ്ങളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും നമ്മെ പലപ്പോഴും സഹായിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്കുണ്ടാകണമേ എന്ന് നാം ആഗ്രഹിക്കുമ്പോൾ ഈ സഹായം എവിടെ നിന്നൊക്കെ നമുക്ക് ലഭിക്കും എന്നത് പ്രവചന അതീതമാണ്. നമ്മുടെ ആത്മീയവും ഭൗതികവുമായ ജീവിതത്തിൽ നമ്മെ സഹായിക്കുന്ന നിത്യസഹായകനാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ ക്രിസ്തുനാഥൻ തൻ്റെ ഇഹലോകവാസകാലത്ത് വാഗ്ദാനം ചെയ്യുകയും ശിഷ്യന്മാർ വലിയ ശക്തിയോടും അത്ഭുതങ്ങളും അടയാളങ്ങളോടും കൂടി അനുഭവിക്കുകയും ചെയ്തു. ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം സ്വജീവിതത്തിൽ അനുഭവിക്കുന്നു. ഈശോ സഹായകനായ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, അരൂപിയാണ്, നമ്മോടുകൂടെ എന്നേക്കും ഉണ്ടായിരിക്കുന്നവനാണ്, നമ്മെ ക്രിസ്തുവിനെക്കുറിച്ച് പഠിപ്പിക്കുന്നവനാണ്, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നവനാണ്, വിശുദ്ധീകരിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ജെറുസലേമിലെ സെഹ്യോൻ മാളികയിൽ പ്രാർത്ഥനാനിരതരായ ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയും അടങ്ങിയ കൂട്ടായ്മയിലാണ് ഉണ്ടാകുന്നത്. ക്രിസ്തുവിൻ്റെ അതിദാരുണമായ മരണത്തിന് ശേഷം അവൻ ഉത്ഥാനം ചെയ്ത് അനവധി പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകുന്നുണ്ട്. എന്നാൽ ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ സാക്ഷികളായി തീരുന്നതിന് ശിഷ്യന്മാർക്ക് കഴിയുന്നത് പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ ക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു കൽപ്പനയുണ്ട്. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. 8-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ക്രിസ്തുവിനെക്കുറിച്ച് ഒരാൾക്ക് പ്രസംഗിക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. കേൾക്കുന്ന ഒരാൾ ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നിരന്തരം നമുക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിൽ നാം ആയിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മൾ പ്രധാനമായി നിർവഹിക്കുന്ന ത്രിവിധ ദൗത്യങ്ങളെക്കുറിച്ച് ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു: അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. നമ്മെ എല്ലാ തരത്തിലും സഹായിക്കാനും വളർത്താനും പരിപാലിക്കുവാനും കഴിയുന്ന പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.